സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് അൽഹസയിൽ ഖബറടക്കും. കോഴിക്കോട് കാപ്പാട് സ്വദേശി സഹല, മകൾ ഫാത്തിമ അലിയ, കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ 6 വയസ്സുകാരൻ ദക്കുവാൻ എന്നിവരാണ് മരിച്ചത്. ദമാമിൽ നിന്ന് സുബൈർ ഉദിനൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുബൈർ, വളരെ വേദനയുണ്ടാക്കിയ വാർത്തയാണ്. പെരുന്നാൾ ദിനത്തിലുണ്ടായ അപകടമാണ്. എന്താണ് വിശദാംശങ്ങൾ? ഖബറടക്കമടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെ സുബൈർ? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ പ്രവാസികളെ ഒന്നടങ്കം ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഞങ്ങൾ തേടിയെത്തിയത്. എന്തായാലും ഒമാനിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട് സൗദിയിലെ ബക്കയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആ അപകടത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് അൽഹസയിൽ വെച്ച് ഖബറടക്കം നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുന്നാൾ ദിനത്തിലുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹല, ഇവരുടെ മകൾ 8 വയസ്സ് പ്രായമുള്ള ഫാത്തിമ ആലിയ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിസ്ഹബിന്റെ മകൾ 6 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ദക്കുവാൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹല എന്നിവരിങ്ങനെ 3 പേരാണ് മരണപ്പെട്ടത്. അവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ളുഹ്ർ നമസ്കാരാനന്തരം അൽഹസയിൽ വെച്ച് ഖബറടക്കം നടത്തുന്നത്. തീർച്ചയായിട്ടും ഏറെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കടമുള്ള ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ മരിച്ച 2 കുടുംബത്തിൽപ്പെട്ട അതുപോലെ 2 പേരും ഇവിടുത്തെ ഷിഹാബും അതുപോലെ തന്നെ മിസ്ഹബും ഇവിടുത്തെ പ്രവാസി സംഘടന റിസാല സ്റ്റഡി സർക്കിളിന്റെ നാഷണൽ ഭാരവാഹികളായിരുന്നു. അപകടം അറിഞ്ഞത് മുതൽ തന്നെ ഇവിടുത്തെ എല്ലാ സഹായങ്ങളുമായിട്ട് അൽഹസയിലെ ICF RSC പ്രവർത്തകർ രംഗത്തുണ്ടായിരുന്നു. ICF അൽഹസ റീജിയണൽ നേതാക്കളും മറ്റും പ്രവർത്തകർ ചേർന്നാണ് മൃതദേഹം ഖബറടക്കുന്നതിനുള്ള വിട്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം ഖബറടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞത് അല്പം ഒരു ആശ്വാസം നൽകുന്നതാണ്. ശരി, ദമാമിൽ നിന്ന് സുബൈർ ഉദിനൂർ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.